ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് ബ്ലെൻഡ്സ് ബൈ ശാലിനി. ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ളൊരു മാവാണ് കേട്ടോ. ചെറിയ മാവാണ്, എന്നാലും അത്യാവശ്യം മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിലത്ത് മുട്ടയാണ് മാങ്ങ കിടക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും അതിൽ നിന്ന് നിലത്ത് മുട്ടാറായി നിൽക്കുന്ന മാങ്ങ രണ്ടെണ്ണം അങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ രീതിയിലൊരു അച്ചാറാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഇത് കോശേരി എന്ന് പറയും മാങ്ങയുടെ പേര്. ഭയങ്കര ഫ്ലഷി ആയിട്ടുള്ളൊരു മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ചെറിയ ചെറിയ പാടുകളുണ്ട്, ഇതൊന്ന് നമുക്കൊന്ന് കളഞ്ഞൊക്കെ എടുക്കാം. ഇത് കണ്ടോ, നമ്മൾ കട്ട് ചെയ്താലും നമുക്ക് അതിൻ്റെ ഫുള്ള് ഫ്ലഷിങ് നമുക്കിങ്ങ് കിട്ടില്ല. രണ്ടാമത് വീണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ പൂളി എടുത്താൽ പോലും അത് രണ്ടായിട്ട് കട്ട് ചെയ്യണത്. അത് അങ്ങനെ ഒരു തിക്കാണ് ആ മാങ്ങ. പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ്. പച്ചയ്ക്ക് നല്ല പുളിയായതുകൊണ്ട് അച്ചാറിടാൻ നല്ല അടിപൊളി മാങ്ങ കേട്ടോ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ്റെ ഓൾ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഒന്ന് കാണണേ. ഞാനിത് കട്ട് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് രണ്ട് മാങ്ങയാണെങ്കിലും കണ്ടില്ല എന്തോരാന്ന് നോക്കി. അത് അരിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുകയാണ്. നല്ല പുളിയുള്ളതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം. നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഊറി വരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഞാൻ കുറച്ച് ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 10-15 എണ്ണം ഉണ്ട്. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലെടുക്കാം. ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. നന്നായിട്ട് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കണം. നമ്മളിത് സോക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ വിനാഗിരി ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഡേറ്റ്സിന് നല്ല കട്ടിയാണ്. ചിലത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, ഇത് ഇത്തിരി കട്ടിയുണ്ട്. അപ്പം ഞാനതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് അടച്ചു വെച്ചു. ഇനി നമ്മളൊരു പാനിലേക്ക് ഒരു 10-15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി സിമ്മിലിട്ട് വേണം ഒന്ന് ചൂടാക്കാൻ. കരിഞ്ഞു പോകാത്ത രീതിക്കൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉലുവ അതിട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കടുക്. ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ തീ തന്നെ വേണം അതും ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ. ചൂടാക്കി കഴിയുമ്പോൾ 1 ടീസ്പൂൺ വേണമെന്നില്ല, നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് അവരവരുടെ കായത്തിൻ്റെ ഉള്ള ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ആ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ സാധനം എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതൊന്ന് പൊടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഫൈനായിട്ടുള്ള പൊടിയല്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ ഈന്തപ്പഴം കുതിർത്ത് വെച്ചതും കൂടി ഒന്ന് അരച്ചെടുത്തു. ഇനി ആ പാനിൽ തന്നെ നമ്മൾ ഇത് ഈ ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഈ മാങ്ങ ഉപ്പിട്ട് വെച്ചതാണ്. അപ്പോൾ ആ വെള്ളം അങ്ങ് ഊറി വരും നന്നായിട്ട്. ആ വെള്ളം നമ്മൾ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ഓൾറെഡി നമ്മൾ മാങ്ങയിൽ ചേർത്തപ്പോൾ ഉള്ള ഉപ്പ് ആ വെള്ളത്തിലുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് ഈ അച്ചാറിൻ്റെ കാര്യം. പുള്ളിക്കാരി പറഞ്ഞാലും കുറച്ചും കൂടെ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഈ മാങ്ങയുടെ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് എനിക്ക് തോന്നിയില്ല ഇതുണ്ടാക്കാൻ. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ പൊന്നു ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്തോളൂ. ബിരിയാണിക്കും ചോറിനൊക്കെ അടിപൊളി അച്ചാറാണ് ഇത്. ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 2-3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എരിവിന് വേണമെങ്കിൽ നമ്മൾ മറ്റുള്ള മുളകും കൂടെ മറ്റേ എരിവുള്ള മുളകും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ അത്രയൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് വേണം നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് വരണ്ട് വരണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സാധാരണ വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്താണ് ഇടാറ്. അപ്പോൾ എനിക്ക് ഈ മാങ്ങയും വെളുത്തുള്ളിയൊക്കെ ഒരേപോലെ ഇത് കടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സിമ്മിലിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അതിന് നമുക്ക് വേണ്ട ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും ഈ ഡേറ്റ്സിൻ്റെയും നമ്മുടെ പഞ്ചസാരയുടെ ഒക്കെ. അപ്പോൾ അതനുസരിച്ച് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പും പഞ്ചസാരയൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് വരത്തക്ക രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് തിളപ്പിച്ച ആറിയ വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇത്തിരി ഗ്രേവി ഉണ്ടാവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ എല്ലാവർക്കും ഈ മാങ്ങ ഈന്തപ്പഴം അച്ചാർ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക. ഇനി വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.